ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് മമ്മീനെയും കൊണ്ട്. മമ്മി ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എന്നാ പറഞ്ഞത്. മമ്മീനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് വരെ പോവാണ്. മമ്മി കോഴിക്കോടും പോയിട്ടില്ലല്ലോ? ഓക്കെ, കോഴിക്കോടും പോയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കോഴിക്കോട് പോകുന്നു. ഫ്ലൈറ്റ് യാത്ര അനുഭവിക്കാൻ ഒരു മോഹം. അപ്പൊ കൂടെ ചിപ്പിയുണ്ട്. തനുവിനെ മൈസൂർ കൊണ്ടുപോയതാണ്, പക്ഷെ തനുവിന് ഓർമ്മയില്ല. യെസ്, അപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ എനിക്ക് തനുവിന്റെ കുൽസിത പ്രവർത്തികളൊന്നും, തനുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഫോട്ടോ ആണ് അവിടെ കണ്ടത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറുന്നു, കോഴിക്കോട് പോകുന്നു. കോഴിക്കോട് നിന്ന് തിരിച്ച് ട്രെയിൻ. ചിപ്പിയും തനുവും മമ്മിയൊക്കെ ട്രെയിനിൽ കയറിയിട്ട് ഒരുപാട് കാലമായി എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സമയത്ത് നടക്കണം. ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ മിസ്സായി, ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര തീർന്ന്. അപ്പൊ എന്തായാലും ഞങ്ങളിന്ന് പോവാണ്. ഈ പോകുന്ന കാഴ്ചകളും പരിപാടിയിലേക്കാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എയർപോർട്ടിലെത്തി. അപ്പോൾ ഈ എയർപോർട്ടിൽ പണ്ട് പപ്പേനൊക്കെ പിക്ക് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞു. ഞാനും വന്നിട്ടുണ്ട്. അതല്ലാതെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടൂർ വന്നിട്ടുണ്ട്. അന്ന് പണി നടക്കുന്ന എയർപോർട്ടാണ് നമ്മളകത്ത് കയറി കണ്ടത്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അങ്ങനെ കിട്ടിയ ബോർഡിംഗ് പാസും കൊണ്ട് നമ്മൾ എർത്ത് ലോഞ്ചിലൊക്കെ കയറി ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതൊക്കെ കണ്ടു. തനുവിനും അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, ഓർമ്മയിൽ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും. ആ സമയത്താണ് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നു. നമ്മൾ ബോർഡിംഗ് ഒക്കെ ചെയ്ത് അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറി ഇരുന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മമ്മി? അപ്പം മമ്മി എന്നോട് ചോദിച്ചു, ഈ ഫ്ലൈറ്റുകളെല്ലാം ഇതുപോലെയാണോ സീറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അതിനുശേഷം ഒരു പ്രാർത്ഥനയൊക്കെ, ഫ്ലൈറ്റ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രാർത്ഥനയും പരിപാടിയൊക്കെ കണ്ടു. എന്തായാലും ഫ്ലൈറ്റ് എടുക്കാൻ സമയത്ത് മമ്മിയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും 54ാമത്തെ വയസ്സിൽ മമ്മിയുടെ ഈ ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് യാത്രകളൊക്കെ കണ്ട്, നമ്മൾ ഫ്ലൈറ്റ് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട്, എനിക്ക് ഈ പകൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാനായിട്ട്. ആ സമയത്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചി വന്നിട്ട് തനുവിന് കുറച്ച് സ്വീറ്റ്സും ഒരു ലെറ്ററൊക്കെ കൊടുത്തു. തനുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ആക്ച്വലി ഫസ്റ്റ് ഫ്ലൈ അല്ല, എന്നാലും ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ ഫസ്റ്റ് ഫ്ലൈ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ലെറ്ററൊക്കെ തന്നു. ഇതാണ് ആ ലെറ്റർ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ലാൻഡ് ചെയ്യാൻ സമയത്ത് ചെറിയൊരു ജെർക്കിങ് ഉണ്ടായപ്പോൾ മമ്മി ഒന്ന് പേടിച്ചു. പക്ഷേ മമ്മിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. നല്ല ഫ്ലൈറ്റായിരുന്നു, നല്ല ഹോസ്റ്റായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ട്രെയിൻ കയറാനാണ്. എയർപോർട്ടിൽ നിന്ന് 24 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ സത്യം ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞ് ഓട്ടോയിലും പോയിട്ട് കുറേ കാലമായി. അങ്ങനെ ഓട്ടോയിൽ കയറി കിട്ടിയ ട്രെയിൻ പിടിച്ചു. അങ്ങനെ ഒരു ട്രെയിൻ സെക്കൻഡ് ക്ലാസ് യാത്രയും നമ്മൾ എൻജോയ് ചെയ്തു. എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്ന ഓരോ സന്തോഷങ്ങളുണ്ടല്ലോ, അത് നമുക്കും തിരിച്ച് ഓരോ സന്തോഷങ്ങളായിട്ട് കിട്ടുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.